നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ് കേട്ടോ. എന്തൊരു ബ്ലോക്കാട്ടോ, ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ പോകുന്നതാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോകണ്ടായിരുന്നു, കാരണം അത്രയും ബ്ലോക്കും. പിന്നെ നമ്മൾ 2 വീലറിനാണ് പോണത്. കാറിനെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്കിങ്, പിന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. ആ ഒരു ഇതിൽ നമ്മൾ 2 വീലറിനാണ് പോയത്. അപ്പോൾ സേതട്ടൻ പറഞ്ഞു നമുക്ക് ജങ്കാറിന് പോകാമെന്ന്. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അതേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ജങ്കാർ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ വണ്ടിക്ക് നമ്മൾ എത്ര ആളുകളുണ്ട്, ആകെ 5 രൂപ 3 രൂപ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ടിക്കറ്റ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ജങ്കാറിൽ കയറി പോകാൻ പോണത്. ലച്ചും കയറിയിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഞാൻ സേതുവിനോട് ചോദിക്കണ്ട ഇനി കുറേ നേരം നിൽക്കേണ്ടി വരുമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സേതുട്ട പറഞ്ഞില്ല, ആ ജങ്കാർ അവിടെ ചെന്ന് ആളുകളെ ഇറക്കി അവിടെ നിന്ന് ആളുകളെ കയറ്റി ഇപ്പം തന്നെ വരും എന്ന് പറഞ്ഞു. ഇത്രയും ആളുകളുണ്ട് കേട്ടോ അതിൽ കയറാനായിട്ട്. അതിന് പുറമെ കാറുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്ലോക്കില്ലാതെ പെട്ടെന്ന് എത്താമെന്നാണ് സേതുട്ടൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മുടെ ഒരുപാട് സമയം പോകും. ഇങ്ങനെ വണ്ടി നീങ്ങേയില്ലല്ലോ, അങ്ങനെ തന്നെ നമ്മൾ ബ്ലോക്കിൽ കിടക്കണമല്ലോ. പിന്നെ കാലൊക്കെ വേദനയായിരുന്നു. അപ്പം ദേ നമ്മുടെ ജങ്കാർ വരുന്നുണ്ട്. അതിൽ ഇഷ്ടംപോലെ വണ്ടികളും ആളുകളും ഉണ്ട്. ഇവരേനെ ഇറക്കിയിട്ട് വേണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരേനെയൊക്കെ കയറ്റാം. അപ്പം നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ കയറ്റി വിടും കേട്ടോ. ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ജങ്കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കാതെ നമ്മളിപ്പോൾ ജങ്കാറിൻ്റെ അകത്ത് കയറി കേട്ടോ. ഇനി നമ്മൾ ജങ്കാർ ഇതേ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഇരിക്കും നോക്കാം. ലച്ചുവും പറഞ്ഞ് ബോട്ടിൻ്റെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് അവൾ പറഞ്ഞു കേട്ടോ. വെയിൽ കാരണം ഒന്നും നോക്കാനും പറ്റുന്നുണ്ടായില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയതുകൊണ്ട് വേഗം എത്തി. ഇനി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ജങ്കാറിലല്ല അങ്ങനെ തന്നെ പോരാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണത്. തിരിച്ചു വരുമ്പോൾ എന്താവുന്നാവും, അത്രയും ബ്ലോക്കായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഭയങ്കര ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ കാർണിവലിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ വെൽക്കം ടു കൊച്ചിൻ കാർണിവൽ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അവിടെ പോകണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വെളി ഗ്രൗണ്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല രസമായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായി. അപ്പം തൊട്ട് ലച്ചു പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വരുന്നത് ട്രെയിനിൻ്റെ ലൈറ്റ് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മോതിരം വേണമെന്ന് തന്നെ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം എത്ര വീഡിയോ ഇടണ്ടെന്ന് അറിയില്ല. കുറച്ചായിട്ട് ഓരോ ദിവസങ്ങളിൽ ഇടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം കേട്ടോ. പക്ഷെ ബ്ലോക്കും തിരക്കും ഓർക്കുമ്പോൾ പോകാൻ തോന്നില്ല. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. അങ്ങനെ ആളുകൾ വന്ന് തുടങ്ങണുള്ളൂ. ആളുകൾ വരുന്നത് ഒരു 6 മണിയൊക്കെ ആവും കേട്ടോ. അപ്പം ലച്ചുവിന് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു. അന്ന് പള്ളിപ്പെരുന്നാൾ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. കുട്ടിക്കാലത്ത് അമ്മയൊന്നും സമ്മതിക്കുമൊന്നുമില്ല കേട്ടോ ഇത് ഇടാനായിട്ട്. പിന്നെ ഞാൻ അവളൊരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചു. അവർ 50 രൂപ വന്നിട്ട് 40 രൂപയ്ക്ക് ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ഇനിയാണ് നമ്മുടെ ഈ ട്രീയിലാണ് കേട്ടോ ലൈറ്റ് വീഴാൻ വേണ്ടി പോകണം. കണ്ട ലൈറ്റ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എല്ലാവരും 6 മണിയായപ്പോഴത്തേക്ക് എത്തി. ഞങ്ങൾ വേഗം കണ്ട് വേഗം തന്നെ തിരിച്ചു.